കൊട്ടിയൂർ പാൽച്ചുരം റോഡ് വൈകിട്ട് 6 മണി വരെ ഗതാഗതത്തിനായി തുറക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുള്ള ഗതാഗത നിരോധനം തുടരും. നെടുമ്പോയിൽ പേരിയ ചുരം പാതയിലും മണ്ണിടിച്ചിൽ തുടരുന്നതിനാൽ വയനാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. വയനാട്ടിലേക്ക് പോകേണ്ട പ്രധാന പാതകളാണ് കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡും നെടുമ്പോയിൽ പേരിയ ചുരം റോഡും. എന്നാൽ ഈ രണ്ട് പ്രധാന പാതകളിലും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. നിലവിൽ കൊട്ടിയൂർ പാൽച്ചുരം റോഡ് വൈകിട്ട് 6 മണി വരെ ഗതാഗതത്തിനായി തുറക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് റോഡ് അടച്ചിട്ടത്. എന്നാൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 മണി വരെയുള്ള ഗതാഗത നിരോധനം തുടരും. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏകപാതയാണ് നെടുമ്പോയിൽ പേരിയ ചുരം പാത. ചൊവ്വാഴ്ചയും ഈ പാതയിൽ ലോറി റോഡിന് നടുവിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ചുരത്തിൽ 2ാം വളവിലാണ് ചരക്ക് ലോറി റോഡിന് നടുവിൽ കുടുങ്ങിയത്. തലശ്ശേരി ബാവലി അന്തർസംസ്ഥാന പാതയായ ഇവിടെയും ഗതാഗതം തടസ്സപ്പെടുന്നതും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്നതും നിത്യസംഭവമാണ്. നിലവിൽ കടുത്ത മണ്ണിടിച്ചിൽ സാധ്യതയാണ് ചുരത്തിൽ നിലനിൽക്കുന്നത്. ഏതു നിമിഷവും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കാം. എല്ലാ കാലവർഷ സമയത്തും ഇത് പതിവ് കാഴ്ചയുമാണ്. വയനാട്ടിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന യാത്രക്കാർ കടുത്ത ദുരിതമാണ് നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.